കാണുക തന്നെ ചെയ്യും. ദേഹം തളരുന്നു. ആഹാ, ഇതെന്താ മൂന്നുപേരും കൂടെ അന്തം വിട്ടതുപോലെ നിൽക്കുന്നേ? ശ്രീദേവിയെടുത്തി വരുന്നത് കണ്ട് നിന്നതാ അല്ലേ? ഏയ്, അതൊന്നുമല്ല. എന്തോ കാര്യമുണ്ട്. നിങ്ങളുടെ മുഖം കണ്ടാലറിയില്ലേ? ഇന്ന് പതിവിലും കൂടുതൽ നേരം പൂജാമുറിയിലായിരുന്നല്ലോ ശ്രീദേവിയെടുത്തി. കുടുംബക്ഷേത്രത്തിലെ നട തുറന്നതല്ലേ, പ്രാർത്ഥിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ എനിക്കിവിടെ എന്താ ജോലിയുള്ളത്? എന്താടാ മോനെ, നിനക്കെന്തോ പ്രയാസം പോലെ? എന്റെ പ്രയാസം മാറാൻ അമ്മ എനിക്ക് വേണ്ടി കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. എന്താ മോന്റെ സങ്കടം? അത് പറഞ്ഞാലല്ലേ അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. നീ കാര്യം പറ. എന്താടാ? ഇനി എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. എന്താടാ? പൂജാമുറിയിൽ ഇരുന്നിട്ടും എന്റെ മനസ്സൊട്ടും സ്വസ്ഥമായില്ല. മോനെ സഞ്ജു, എന്താടാ? എന്താ നിനക്ക് പറ്റിയേ? എല്ലാം അമ്മയോട് പറയാനുള്ള മനസ്സ് ദേവി അവനിൽ ഉണ്ടാക്കിയതാണോ? മോന് അമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ? എങ്കി വാ, മുറിയിലേക്ക് പോകാം. എന്നോട് ക്ഷമിക്കണോ അമ്മേ, ഞാൻ അമ്മയെ ചതിച്ചോണ്ടിരിക്കുക. എനിക്ക് മാപ്പ് തരണോ അമ്മേ. എന്താടാ? ഒന്നുമില്ലമ്മേ, അമ്മയുടെ കാല് തൊട്ട് തൊഴണമെന്ന് തോന്നി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. നിന്നെ എന്തോ അലട്ടുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി. അതിങ്ങ് തന്നെ. എന്താ എന്റെ മോന്റെ പ്രയാസം? എനിക്ക് എന്ത് പ്രയാസമേ? അമ്മയുള്ള കാലത്തോളം എനിക്കതുണ്ടാവില്ല. ഏത് പ്രതിസന്ധിയും ഞാൻ മറികടക്കും. ഈ മുഖം എന്റെ മനസ്സിലുണ്ടായാ മതി. അമ്മ എവിടെയെന്ന് അന്വേഷിച്ച സഞ്ജു വന്നത്. പൂജാമുറി കേറിയിട്ട് കൊറേ നേരം ആയിന്ന് ഞാൻ പറഞ്ഞു പോയി. അപ്പൊ തുടങ്ങിയ ടെൻഷനാ. അത്രയും സമയം അതിനകത്തിരുന്ന് വീണ്ടും അസുഖം വരുത്തി വയ്ക്കുമെന്നുള്ള പേടിയാ ഇവനുണ്ടായിരുന്നേ. ഇവന് വേണ്ടിയല്ലേ അമ്മ ഇതൊക്കെ ചെയ്യുന്നേ. അതോർത്തിട്ടാവും ഇവൻ അമ്മയുടെ പാദം തൊട്ട് തൊഴുതത്. അപ്പച്ചി എത്ര കൃത്യമായിട്ട് പറഞ്ഞു. നിന്നെ എനിക്ക് അറിയില്ലേടാ മോനെ. നീ ഭക്ഷണം കഴിച്ചോടാ? ഇല്ലമ്മേ. എന്നാ പോയി കഴിക്ക്. സച്ചിയും വിളിച്ചോ? അമ്മേ, അമ്മ റൂമിൽ ചെന്ന് വിശ്രമിക്ക. ചന്ദനത്തിരിയുടെ പുക ശ്വസിച്ചതല്ലേ. ഇനിയെങ്കിലും ഇത്രയും നേരൊന്നും പൂജാമുറിയിൽ ഇരിക്കല്ലേ അമ്മേ? ഇല്ല, എനിക്കിനി അസുഖമൊന്നും വരില്ല. എന്റെ മോള് കൂടെ ഇല്ലേ? വാ അമ്മേ. ചെല്ലേ. ആ ഫോട്ടോ എങ്ങടാ? ഇപ്പൊ മനസ്സിലായില്ലേ ഇത് എത്രമാത്രം ആപത്ത് വരുത്തി വയ്ക്കുന്നു? നിനക്ക് നിസ്സാരം, അമ്മയുടെ സമാധാനം തിരിച്ചു കിട്ടിയത്. ആദ്യം എനിക്കിത് കത്തിക്കണം. എനിക്ക് ഈ പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല. അമ്മ ഇങ്ങ് വന്നേ. അവൾ എന്റെ റൂമിൽ നിന്നാണല്ലോ ഇറങ്ങി വന്നത്. അപ്പൊ
കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണല്ലേ? നിക്ക്, അങ്ങനെ അങ്ങ് പോയാലോ? കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം വേണ്ടേ? എന്ത് തീരുമാനം? ഓ, അവളുടെ ഒരു ആക്ടിങ്. ഞാനില്ലാത്ത സമയം നോക്കി നിനക്ക് എന്റെ മുറിയിൽ കയറി ഇറങ്ങാം, എന്നിട്ട് എന്നെ കാണുമ്പോ ഒരു ഗൗരവം. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നേ? തലച്ചുറ്റിൽ വന്ന് കാവേരി ചേച്ചിയെ മുറിയിൽ എത്തിക്കാനാണ് ഞാൻ പോയത്. അതിനെന്തായാലും ഒരു സാധ്യതയില്ല. തല ചുറ്റാനും ഛർദ്ദിക്കാനുള്ള യോഗം അവൾക്കില്ല. എനിക്കൊരു കുഞ്ഞിനെ വേണമെങ്കിൽ അതിന് ഞാൻ തന്നെ ഒരു വഴി കണ്ടെത്തണം. ഇതൊക്കെ എന്തിനാ നിങ്ങൾ എന്നോട് പറയുന്നേ? നിനക്കെന്താ എന്നോട് മാത്രം ഒരു അകൽച്ച? കഴിഞ്ഞ കാര്യങ്ങൾ മറന്നാൽ അതിന്റെ 100 ഇരട്ടി നേട്ടം ഉണ്ടാവും. നിങ്ങൾ പോകുന്നുണ്ടോ? എനിക്ക് പോണം. നിനക്ക് ജോലിക്കാരൻ ചെറുക്കനുമായിട്ട് കമ്പനി അടിക്കാം. രാജുവേട്ടാന്ന് വിളിച്ച് പിന്നാലെ നടക്കാം. അതെ, അത് എന്റെ ഇഷ്ടമാണ്. നിനക്ക് വേറെ ഇഷ്ടങ്ങളുണ്ടെന്ന് എനിക്കറിയാടി. സഞ്ജുവിന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞു കൊടുത്ത് ഇവിടെ ഉണ്ടല്ലോ. അവന്റെ മുമ്പിലുള്ള അഴിഞ്ഞാട്ടമൊക്കെ ഞാൻ അറിയുന്നില്ലെന്നാണോ നീ കരുതിയത്? അവൻ നിന്നോട് കാണിക്കുന്ന താല്പര്യവും എനിക്കറിയാം. വെറുതെ ഒന്നും അല്ല അവൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ടവനല്ല ആ മനുഷ്യൻ. അയാളെ കുറ്റം പറയാൻ എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്? നിങ്ങൾ 7 ജന്മം എടുത്താൽ പോലും അദ്ദേഹത്തിന്റെ അടുത്ത് പോലും എത്തില്ല. അവനെ കുറിച്ച് പറയുമ്പോ നിനക്കെന്താടി പൊള്ളിയത്? എന്നെ ചേർത്ത് അനാവശ്യം പറഞ്ഞ എനിക്ക് പൊള്ളും. ആദ്യം നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്ക്. നിനക്കെന്നെ പുച്ഛാണല്ലടി? അതെ, പരമ പുച്ഛ എനിക്ക് നിങ്ങളോട്. എന്ത് ധൈര്യം ഇവൾക്ക്! നീ ഒരു വേലക്കാരിയാണെന്ന് നിന്നെ മറക്കണ്ടടി. പണിയെടുത്ത് ജീവിക്കുന്നതിൽ ഒരു അന്തസ്സുണ്ട്. കട്ടും മോഷ്ടിച്ചല്ല ഞാൻ ജീവിക്കുന്ന. അങ്ങനെ അങ്ങ് പോയാലോ? നിക്കടി അവിടെ. കയ്യിന്ന് വിട്. നീ അത്രയ്ക്കായോടി? നിന്നൊന്ന് വെരുക്കാൻ പറ്റും, ഞാൻ നോക്കട്ടെ. വിടാനാ പറഞ്ഞത്. അതിനെ ദിനേശൻ തീരുമാനിക്കണം. അടങ്ങി നിക്കടി. ജോലിക്കാരി പെണ്ണിന്റെ കയ്യിൽ നിന്ന് അവൻ ഇറന്ന് വാങ്ങി. നാണം കെട്ടവൻ. നീ എന്റെ മുഖത്തടിച്ചല്ലടി. എന്റെ ദേഹത്ത് കൈവച്ച പിന്നെ നിന്റെ കൈ ഉയരില്ല. നീ ഓർത്തു വെച്ചോ. ഇതിന് നീ അനുഭവിച്ചില്ലെങ്കിൽ എന്റെ പേര് ദിനേശനല്ല. ഗൗതം അവളെ പറ്റി പറഞ്ഞത് നേരിട്ട് കണ്ടു. ദിനേശൻ സച്ചിയെ പറ്റി പറഞ്ഞതാണ് അവൾക്ക് സഹിക്കാൻ കഴിയാതെ വന്നത്. എന്തിനവൾ അത്രയും വീറോടെ പ്രതികരിക്കണം? അതിന് സച്ചിയുടെ ആരാ അവൾ? ഭർത്താവിനെ അനാവശ്യം പറയുന്നത് കേട്ട ഒരു ഭാര്യയുടെ പ്രതികരണമായിരുന്നു അത്. ഇനി അവൾ പുറത്തു പറയാൻ മടിക്കുന്ന അവളുടെ ഭർത്താവ് ശരിക്കും സച്ചി ആയിരിക്കോ? അമ്മു ഇവിടെ വന്ന് അധികം വൈകാതെ സഞ്ജുവിന്റെ കൂടെ സച്ചിയും വന്നു. പുതിയ ബിസിനസ് ഉടൻ തുടങ്ങുമെന്ന് പറയുന്നതല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. സദാ നേരവും സച്ചി വീട്ടിലുണ്ട്. പല സ്ഥലത്ത് വച്ചും അമ്മുവും സച്ചിയും സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവളെ തേടിയവൻ കിച്ചണിൽ ചെല്ലും. വിഷുവിൻ്റെ അന്ന് സച്ചിയെ ഞാൻ വാൺ ചെയ്തതാ. കോടീശ്വരനായ സച്ചിക്ക് ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച പോരെ. എന്നെ പോലെ പുറത്തറിയിക്കാൻ കഴിയാതെ അവൻ അവളെ കൊണ്ടു നടക്കുകയാണോ? സഞ്ജു, നീ ചെയ്യുന്നത് പാപമാണ്. ഇത് കത്തിക്കരുത്. എന്നെ ഉപദേശിക്കാൻ നീ ആരാടാ? അതിനുള്ള എന്ത് യോഗ്യത നിനക്കുള്ളത്? ഇത് കത്തിച്ചാൽ ഞാൻ സമ്മതിക്കില്ല. തൊട്ടുപോലെ തന്നെ മാറിക്കടാ. സഞ്ജു, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഈ ഫോട്ടോ കത്തിക്കാൻ പാടില്ലടാ. നീ പറയുന്നത് ഞാൻ കേൾക്കണം. എന്നെ ഉപദേശിച്ചിടത്തോളം മതിടാ.
നീയൊരു ചതിയനാ. സ്നേഹം നടിച്ച് കൂടെ നിന്ന് ഒറ്റ കൊടുക്കുന്നവൻ. ഞാൻ നിന്നെ ചതിച്ചെങ്കി നീ നിന്റെ പാവം അമ്മയെ ചതിക്കലടാ. കടന്നു പോടാ. എടാ പോവാനാ പറഞ്ഞേ. ഇനി വല്ല ഫോട്ടോ ഇനി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. വിശ്വസിക്കാമോ നിന്നെ? ഞാൻ കള്ളം പറഞ്ഞതല്ല. രാജുവിനെ ഞാൻ വിശ്വസിക്കില്ല. രാജുവേട്ടൻ എന്നെയൊക്കെ സ്നേഹിക്കുന്നത് നിങ്ങളെയാ. അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും രാജുവേട്ടൻ നിങ്ങളോട് ചെയ്യില്ല. എന്നിട്ടാണോ ഞാനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന ഫോട്ടോ അവൻ കൊണ്ട് നടന്നത്? നിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ പുറത്തായതുപോലെ അതും പുറത്തു പോയിരുന്നെങ്കിലോ? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ദ്രോഹത്തേക്കാൾ വേദന ഉണ്ടാക്കുന്നത് അറിയാണ്ട് ചെയ്യുന്ന ദ്രോഹങ്ങളാ. ഞാനത് കത്തിക്കുന്നത് അവന് പാപമായി പോലും. കത്തിച്ചു കളഞ്ഞ ഫോട്ടോയിലെ മുഖം നിങ്ങളുടേതായിരുന്നു. നിങ്ങളുടെ മുഖം കത്തിപ്പോവരുതെന്നേ ആ പാവം ആഗ്രഹിച്ചിട്ടുള്ളൂ. ആ സത്യം മനസ്സിലാക്കുന്നതിന് പകരം ചതി എന്ന് വിളിച്ച് വേദനിപ്പിക്കാനാ ശ്രമിച്ചത്. എവിടെങ്കിലും പോയിരുന്ന് സങ്കടപ്പെടുന്നുണ്ടാവും. സ്നേഹിക്കുന്നവരെ തെറ്റിദ്ധരിക്കുന്നതിനേക്കാളും വലിയ സങ്കടം വേറെയില്ല. അവന്റെ സെന്റിമെന്റ്സിന് ഞാൻ കാതു കൊടുത്താ പിന്നെ ഈ കുടുംബം ബാക്കി കാണില്ല. എന്റെ അച്ഛനാണ് ഈ കുടുംബം തകർത്ത് കളഞ്ഞത് എന്നൊരു പഴിയുണ്ട്. എല്ലാം ഒന്ന് നേരെയായി വരിക. വീണ്ടും തമ്മിത്തല്ലി പിരിയാൻ ഞാനായിട്ട് ഇടവരത്തില്ല. കത്തിച്ചാരമായത് എന്റെ മുഖമല്ലേ, അത് ഞാൻ സഹിച്ചാൽ മതിയല്ലോ. ഞാനത് ചെയ്തില്ലെങ്കിൽ കത്തിച്ചാരാവുന്നത് എന്റെ കുടുംബമായിരുന്നു. അവനത്ര നല്ലവനൊന്നുമല്ല. നീ പറഞ്ഞ സ്നേഹം അവൻ എന്നോടുണ്ടായിരുന്നെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ കാണിച്ചു തന്നിട്ട് അത് അമ്മുവാണെന്ന് പറയില്ലായിരുന്നു. എന്നോട് ചതി ചെയ്തിട്ട് ഇപ്പോഴും അവനത് സമ്മതിച്ചു തരാൻ വയ്യ. ഞാൻ എന്റെ അമ്മയെ ചതിക്കുകയാണെന്ന്. അമ്മയുടെ കയ്യിലിരുന്ന താലത്തിൽ വീണ ഫോട്ടോ മാറ്റിയപ്പോ അമ്മയെ തൊഴുത് ഞാൻ അപേക്ഷിച്ചത് എന്നോട് ക്ഷമിക്കണേ അമ്മയെന്ന, അല്ലാതെ അഭിനയിക്കായിരുന്നില്ല. എല്ലാം അമ്മയോട് തുറന്നു പറയാൻ ഞാൻ തയ്യാറാ. അമ്മ അറിയാത്ത ഒരു രഹസ്യവും എനിക്ക് വേണ്ടാന്ന് കരുതുന്നവനാ ഞാൻ. മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയെന്ന് പറഞ്ഞാ അമ്മയ്ക്കത് സഹിക്കാനാവില്ല. ഹൃദയം പൊട്ടി എന്റെ അമ്മ ആ നിമിഷം മരിച്ചു പോകും. രഹസ്യമായി ഞാനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയതല്ല അമ്മയ്ക്ക് പ്രശ്നമാവുന്ന. ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് അമ്മയുടെ മനസ്സിലുണ്ട്. അച്ഛന്റെ വഴി പിന്തുടർന്ന് മകനും ഈ കുടുംബം തകർത്ത് കളഞ്ഞുന്ന ഷോക്കായിരിക്കും അമ്മയ്ക്കുണ്ടാവുക. ആ ഷോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അമ്മയ്ക്ക് കഴിയില്ല. എന്റെ അമ്മ എനിക്ക് ജീവനോടെ വേണം. അതിനാരെന്നെ ചതിയനെന്ന് വിളിച്ചാലും ഞാനത് കേൾക്കും. എല്ലാം അറിയുന്നവനാ രാജു. അവ സങ്കടപ്പെടുകയാണെന്ന് നീ പറഞ്ഞില്ലേ? എന്റെ വേദനയും ഉൾക്കണ്ടയും എന്താ അവൻ അറിയാത്തത്? ഈ ഫോട്ടോയുടെ ബാക്കി ഭാഗം രാജുവിന്റെ കയ്യിലാ. എനിക്ക് അതും കൂടി കിട്ടിയേ തീരൂ. എന്റെ ജീവിതം ഇന്നത്തോടെ ഈ വീട്ടിൽ അവസാനിച്ചു. രാജു, എടാ രാജു, എന്താടാ? കത്തിച്ച് കളഞ്ഞ ഫോട്ടോയുടെ മറ്റേ ഭാഗം എവിടാ? അത് ഒളിപ്പിക്കാനായി ഞാൻ കൊണ്ടുവച്ചത് ഈ റൂമിലാ. എന്നിട്ട് ആ ഫോട്ടോ എവിടെയെന്നാ ചോദിച്ചത്? അത് എവിടെ കൊണ്ടുവച്ചേ? അപ്പോഴത്തെ പരിഭ്രമത്തിനിടയിൽ എവിടെയാന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പോയി നോക്കടാ. ഈ കുടുംബം വെണ്ണീറാക്കിയാൽ നിനക്ക് തൃപ്തി വരുമല്ലടാ?
നോക്കി നിൽക്കാതെ വേഗം കണ്ടുപിടിക്കണം. ഇവിടെ ഇനി നോക്കാൻ സ്ഥലമില്ല. നീ പറഞ്ഞ കള്ളല്ലടാ, നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഞാൻ സത്യ പറഞ്ഞത്. ഇവിടെ എവിടെയോ വെച്ചിട്ടാ ഞാൻ ഓടിപ്പോയത്. പിന്നെ അത് എവിടെ പോയി? പിന്നെ അത് എവിടെ പോയടാ? അവൻ ഇതിനകത്താ വെച്ചെന്ന്. പിന്നെ അത് ആവിയായി പോയടാ. എനിക്ക് ആ ഫോട്ടോയുടെ ബാക്കി ഭാഗം കിട്ടിയേ പറ്റൂ. പോയി എടുത്തോണ്ട് വാടാ. നിന്റെ കൈ തന്നെ അതുണ്ട്. നിനക്ക് എന്തോ ഉദ്ദേശമുണ്ട്. നീ അത് ഒളിപ്പിച്ചത് തന്നെയാ. അതിന് നീ മെടുക്കണ. ഞാനത് ഒളിപ്പിച്ചിട്ട് എന്ത് കാര്യം എനിക്കുള്ളത്? അത് നിനക്കല്ലേ അറിയൂ. ഞാൻ ദൈവത്തെ പിടിച്ച് സത്യം ചെയ്യാം, ഫോട്ടോ ഈ റൂമിലാണ് ഞാൻ കൊണ്ടുവച്ചത്. ഇനി ആ ഫോട്ടോ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ തന്നെ പേടിക്കാൻ എന്താ ഉള്ളത്? അതിൽ അമ്മുവിന്റെ മുഖം മാത്രമല്ലേ ഉള്ളൂ. നീ താലിയിട്ടുന്ന ഭാഗം അതിലില്ലല്ലോ. എടാ, അത് കല്യാണ ഫോട്ടോ അല്ലടാ. അമ്മു കല്യാണം കഴിച്ചതാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അമ്മു തന്നെ അത് കീറിയതാണെന്ന് കരുതിയാ പോരെ? അമ്മുവിനോട് ആര് ചോദിച്ചാലും അവൾ അത് ഏൽക്കും. അവളുടെ ഭർത്താവിനെ ആരെങ്കിലും കാണുന്നു കരുതി അവൾ തന്നെ അത് വലിച്ചു കയറി. സത്യം അതല്ലേ? പക്ഷെ എന്റെ മുറിയിൽ നീ കൊണ്ട് ഒളിപ്പിച്ച ഫോട്ടോ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയണ്ടേ. എനിക്ക് ആ ഫോട്ടോ കിട്ടിയേ തീരൂ. ഏത് ഫോട്ടോയുടെ കാര്യം പറഞ്ഞാ നീ ചൂടാവുന്നേ? അല്ല, എന്റെ ഒരു ഫോട്ടോ എവിടെയായിരുന്നു? അത് കാണുന്നില്ല. നിന്റെ ഫോട്ടോയിലേ ആയിരിക്കുന്നേ. അത് മാത്രമേ ഞാൻ നിന്റെ റൂമിൽ കണ്ടിട്ടുള്ളൂ. പിന്നെ ഏത് ഫോട്ടോയാ? അത് ഇനി ഈ ലാമിനേറ്റ് ചെയ്യാത്തതാ. ഇനി വേസ്റ്റ് ബക്കറ്റിൽ അങ്ങനെ പോയോ? അതിലൊക്കെ അരിച്ചു പറക്കി നോക്കിയതാടാ, കിട്ടിയില്ല. സാരല്ല, പോട്ടെ. ശരി ഗൗതം, ബൈ. ഓ, അന്നത്തെ പോലെ കടന്നു കളയാനുള്ള ശ്രമമാണല്ലോ. അപ്പൊ ഞാൻ ഊഹിച്ചതുപോലെ സച്ചിയുമായി ഇവൾക്ക് യാതൊരു ബന്ധവുമില്ല.